മെയ് 3 നീറ്റ് എക്സാമിനേഷൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ഡേ. നാളെ 2 മണി മുതൽ 5 മണി വരെയുള്ള 3 മണിക്കൂറിൻ്റെ നീറ്റ് എക്സാമിനേഷൻ. ഇത് കോൺഫിഡൻസോടെ എക്സാമിനേഷൻ എഴുതാൻ NDA 2 വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നു. ആ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കി എൻട്രൻസ് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാം. നമുക്കറിയാം, നാളെ ഒരു 11 മണിയോടുകൂടി എക്സാം സെൻറ്ററിൽ നാം എത്തണം. 2 മണിക്കാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. 11 മണിക്ക് ശേഷം എൻട്രി ഉണ്ടെങ്കിലും ഒരല്പം വൈകിയാലും നാം അതിൽ ടെൻഷൻ ഇല്ലാതെ കോൺഫിഡൻസോടെ എക്സാമിനേഷൻ എത്തുക. എക്സാമിനേഷൻ ഹാളിൽ 4 കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. ഫസ്റ്റ് വൺ ഹോൾ ടിക്കറ്റാണ്. ഹോൾ ടിക്കറ്റ് 2 പേജസ് കളർ പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുക്കുക. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ചെയ്യുക. സിഗ്നേച്ചർ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴാണ് ചെയ്യേണ്ടത്. ഇവിടെ NDA തന്നിരിക്കുന്ന 1ാമത്തെ ഇൻസ്ട്രക്ഷൻ, കുട്ടികളാരും പരീക്ഷാ ഹാളിനെ കുറിച്ച്, പരീക്ഷയ്ക്ക് ചെല്ലുന്ന സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ ഒഴിവാക്കണം എന്നാണ് NDA തന്നിരിക്കുന്നത്. നമ്മളൊരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ തന്നിരിക്കുന്ന ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ വളരെ ചെറുതാണ്, വിസിബിൾ അല്ല, ഇങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ എക്സാം ഹാളിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ബയോമെട്രിക് സ്കാൻ ഉണ്ട്. ഈ ബയോമെട്രിക് സ്കാൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് പോലും കൃത്യമായിട്ട് നമ്മൾ ആധാർ കാർഡൊക്കെ പ്രൊവൈഡ് ചെയ്താൽ ചെയ്യുന്നെങ്കിൽ അത് വളരെ ഈസി ആവും. ഇനി അതല്ല, വേറെ ഏതെങ്കിലും ഡോക്യുമെൻ്റ് ആണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നതെങ്കിലും നമ്മുടെ ബയോമെട്രിക് സ്കാൻ ചെയ്യുമ്പോൾ, ഐറിസ് സ്കാൻ ചെയ്യുമ്പോൾ, ഫ്രിസ്കിംഗ് ടൈമിൽ ഈ സമയത്തൊന്നും കുട്ടികളെ ബുദ്ധിമുട്ടിക്കത്തില്ല. പകരം നമ്മുടെ ബയോമെട്രിക് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു അഫിഡവിറ്റ് ഫോം തരും. അത് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് എക്സാം ഹാളിൽ കയറാം. അപ്പോൾ ഒരു കാരണവശാലും ബയോമെട്രിക് ഡിലേ ആകുന്നു എന്ന് വിചാരിച്ച് ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കിയിരിക്കുക. ഇനി ഫോട്ടോ ഒട്ടിച്ച് നാം കൊണ്ടുപോകുമ്പോൾ സെക്കൻഡ് പേജിൽ നമുക്കറിയാം ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. ഈ ഫ്രണ്ട് പേജിൽ ഒട്ടിക്കുന്ന പാസ്പോർട്ട് സൈസും സെക്കൻഡ് പേജിൽ ഒട്ടിക്കുന്ന പോസ്റ്റ് കാർഡ് സൈസിലും ഇതിൽ ധാരാളം വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, ഇതിൽ പേരും ഡേറ്റും വേണോ, ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയാൽ കുഴപ്പമുണ്ടോ? ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട. ഇപ്രാവശ്യം നോർമൽ ഒരു ഫോട്ടോഗ്രാഫ് എന്നാണ് എൻട്രൻസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനല്ല, ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ മാറിപ്പോയി, പകരം എനിക്ക് പേരും ഡേറ്റും ഉണ്ടായിരുന്നു, ഇതൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അപ്ലോഡ് ചെയ്ത ഹോൾ ടിക്കറ്റിലുള്ള ഇപ്പോൾ ഉള്ള ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഉള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എക്സ്ട്രാ എക്സാമിനേഷൻ ഹാളിലേക്ക് നാം കൊണ്ടുപോകണം. ഒട്ടിക്കുന്നതും പോസ്റ്റ് കാർഡ് സൈസും നമ്മൾ ക്യാരി ചെയ്യുന്നതും ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ളത് എല്ലാം ഒരേപോലെ ആയിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതിനോടൊപ്പം എക്സ്ട്രാ നമ്മുടെ കയ്യിൽ കരുതേണ്ടത് മനസ്സിലാക്കുക. 2ാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആധാർ കാർഡ് തന്നെയാണ്. ഇത് രണ്ടും എൻട്രൻസ് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ എടുക്കാൻ മറക്കാതിരിക്കുക. ഇനി ആധാർ കാർഡിന് പകരം ഫോട്ടോ ID പ്രൂഫ് ഉള്ള പല ഡോക്യുമെൻസുകൾ നമുക്ക് കൊണ്ടുപോകാം. അത് ഏത് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ കരുതുക. ഫസ്റ്റ് വൺ ഹോൾ ടിക്കറ്റാണ്. സെക്കൻഡ് ഡോക്യുമെൻ്റ് എക്സ്ട്രാ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. 3ാമതായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞു വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫാണ്. 4ാമതായിട്ട് നമുക്ക് കയ്യിൽ കരുതാൻ പറ്റുക ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത്രയും മാത്രം മതി. എക്സാം ഹാളിലേക്ക് റഫ് ഷീറ്റുകളോ പെന്നോ ഇതൊന്നും നമ്മുടെ കയ്യിൽ കരുതാൻ പാടില്ല. ഇനി 2ാമതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്താണ് എൻട്രൻസ് കമ്മീഷൻ തന്നിരിക്കുന്നത്? ഡ്രസ് കോഡിനെ കുറിച്ചുള്ള കുട്ടികൾ ടെൻഷൻ ഒഴിവാക്കുക എന്നാണ്. കഴിഞ്ഞ വർഷം ഫുൾ സ്ലീവ് ഇടുന്നതിനെക്കുറിച്ചും നോർമൽ ഡ്രസ്സ് ധരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഒത്തിരി കുട്ടികളുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എൻട്രൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സിമ്പിളായിട്ട് ഡ്രസ്സ് ധരിച്ചു വരിക. ഇൻ കേസ് കസ്റ്റമറി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ധരിക്കേണ്ടി വരുന്നത്, സിസ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ മതപരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തുക. അവിടെ ഫ്രിസ്കിങ്ങിനും ബയോമെട്രിക്കും ഒക്കെ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എൻട്രി ചെയ്താൽ മതി. ഇതിനെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുട്ടിക്ക് കംഫർട്ടായിട്ട് എക്സാമിനേഷൻ എഴുതാൻ ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സാണ് ഇടേണ്ടതെങ്കിൽ നിങ്ങൾ അത് ഇട്ടത് കൊണ്ടും പ്രശ്നമില്ല. പക്ഷേ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഹൈ ഹീൽ ഷൂകൾ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ പോക്കറ്റിനകത്ത് കർച്ചീഫുകൾ ഒഴിവാക്കണം, ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സുകൾ ഒഴിവാക്കണം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നോർമൽ ഡ്രസ്സ് ധരിച്ച് നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോവുക. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു 11 മണിയോടെ എത്തുക. നമ്മൾ നോർമൽ ഡ്രസ് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നല്ല കോൺഫിഡൻസോടെ പരീക്ഷാ ഹാളിൽ എത്തുക. ഇനി പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 മണിക്കാണ് എക്സാം തുടങ്ങുന്നതെങ്കിലും 1:45 ആകുമ്പോൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്മുടെ കയ്യിൽ തരും.
അതിനോടൊപ്പം പെൻ തരും, റഫ് വർക്ക് ചെയ്യാനുള്ള പേന തരും. നമ്മൾ അതിന് മുമ്പായിട്ട് അറ്റൻഡൻസ് ഷീറ്റുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും 1:45 ഇരിക്കുക. ഇനി എല്ലാ കുട്ടികൾക്കും ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോണം, 2 മണിക്ക് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. 2 മണിക്ക് ശേഷം ഒരു എക്സാം ഹാളിലും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് നിങ്ങളുടെ റൈറ്റാണ്. കാര്യം അതിനുശേഷമുള്ള ഓരോ മിനിറ്റുകളും നിങ്ങൾക്ക് വാല്യൂ ഉള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ഒരു പ്രിന്റിംഗ് എററും ഇല്ല എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം പെട്ടെന്ന് എല്ലാ പേജും ഒന്ന് മറിച്ച് നോക്കുക, എനിക്കെല്ലാം പ്രിന്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ് കിട്ടിയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ അത് തിരിച്ചേൽപ്പിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു 10ാമത്തെയോ 15ാമത്തെ പേജിൽ എത്തുമ്പോഴാണ് അവിടെ ഒരു പ്രിന്റിംഗ് എറർ ഉണ്ടെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ചേഞ്ച് ചെയ്ത് തരുന്ന കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ സീൽ ഓപ്പൺ ചെയ്ത് പരീക്ഷ തുടങ്ങുന്ന 2 മണിക്ക് കൃത്യം ബെല്ലടിച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് കറക്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. ഇനി OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിച്ചോണം, നമ്മുടെ റോൾ നമ്പറുകൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ സൈൻ ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകളില്ലാതെ OMRലെ ബബിളുകളെല്ലാം ഫില്ല് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി ബബിൾ ഫില്ല് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ബബിൾ ഫില്ല് ചെയ്യുന്ന സമയത്തും ഡാർക്കൻ ചെയ്യുക, അവിടെ ടെക്ക് ചെയ്യുക, ഇൻഡു ചെയ്യുക, ഇതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ, 2 എണ്ണം ചെയ്യരുത്, അത് ഇൻവാലിഡ് ആകുന്ന രീതിയിലേക്ക് പോകും. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ബബിൾ ഫില്ല് ചെയ്ത് ആൻസറുകൾ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ അറിയാമെങ്കിൽ കൃത്യമായിട്ട് തന്നെ ചെയ്യുക. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ സിമ്പിൾ, ആവറേജ്, ടഫ്, വെരി ടഫ് 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട് പാറ്റേണിൽ എക്സാമിനേഷൻ എഴുതണം. ഇവിടെ നീറ്റ് എക്സാമിനേഷൻ നമുക്കറിയാം, കഴിഞ്ഞ വർഷം 550 മുകളിൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് MBBS ഉറപ്പൊരു സീറ്റായിരുന്നു. 550 മാർക്കിന് മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരു 150 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. മൈനസ് മാർക്ക് മാക്സിമം ഒഴിവാക്കണം. ഇനി ഇവിടെ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സർ എനിക്ക് അറിയാൻ പാടില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ കറക്കി കുത്തേണ്ട കാര്യമുണ്ടോ? കറക്കി കുത്തുകയല്ല, നമ്മളൊരു റിവേഴ്സ് മെത്തേഡിൽ നമ്മളൊരു തേർഡ് റൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 5 ക്വസ്റ്റ്യൻസ് എങ്കിലും റിവേഴ്സ് മെത്തേഡിൽ ആലോചിച്ച് നിങ്ങൾ ആൻസർ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്കവിടെ 5 ആൻസർ ഉള്ളതിൽ 2ഓ 3ഓ ആൻസർ ആകാൻ സാധ്യതയില്ലാത്തത് കളഞ്ഞതിന് ശേഷം ഏറ്റവും പോസിബിലിറ്റി ഉള്ള ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്താൽ അതിലൊരു 2ഓ 3ഓ ക്വസ്റ്റ്യൻ ശരിയായാൽ അത്രയും മാർക്കും കൂടെ കിട്ടാനുള്ള ചാൻസ് അവിടെയുണ്ട്. അപ്പോൾ പഠിച്ചറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതിന് ശേഷം മൈനസ് മാർക്ക് വരാത്ത രീതിയിൽ പോസിബിൾ ക്വസ്റ്റ്യൻസും കൂടെ അറ്റൻഡ് ചെയ്ത് നമുക്കൊരു MBBS സീറ്റ് ഉറപ്പാക്കാനുള്ളൊരു പൊസിഷനിലേക്ക് എത്താൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതുന്ന സമയത്തും എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്തും NDA അനൗൺസ് ചെയ്ത ലാസ്റ്റ് മൊമെന്റിൽ തന്ന 2 കാര്യങ്ങൾ, 1 ഡ്രസ്സിനെ കുറിച്ചുള്ള ടെൻഷൻ വേണ്ട, 2 ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ സിഗ്നേച്ചറോ ഫോട്ടോയോ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ പോലും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ തരുമെന്നും, ദെൻ ബയോമെട്രിക് ഡിവൈസുകളിൽ എന്തെങ്കിലും ഡിലേ വന്നാലും നമുക്കൊരു അഫിഡവിറ്റ് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷ എഴുതാൻ പറ്റുമെന്നും, കുട്ടികൾക്കാണ് എപ്പോഴും വാല്യൂ കൊടുക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ടെൻഷൻ ഫ്രീ ആയി നീറ്റ് എക്സാമിനേഷൻ എഴുതുക. നാളത്തെ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും മികച്ചൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പരീക്ഷ എഴുതി നീറ്റ് എക്സാമിനേഷൻ വിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആൽഫ അക്കാഡമി ആൻഡ് ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്നും ഈ വർഷം പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.